ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ഇൻസൈഡ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ് ഗൈസ്. ഇതെന്ന് പറഞ്ഞാൽ ഗൈസ് ഇടയ്ക്ക് ഒന്ന് ഹിറ്റായൊരു ഗെയിം തന്നെയാണ് ഗൈസ്. ഇതിൽ പിള്ളേരെ പിടുത്തക്കാരൊരു ഗെയിം തന്നെയാണ് ഗൈസ് ഇത്. കാരണം ഇതിൽ ഈ ചെറുക്കനെ പിടിച്ചുകൊണ്ട് പോകാനൊക്കെയാണ് ഇവരെല്ലാവരും നടക്കുകയൊക്കെ ചെയ്യുന്നത് ഗൈസ്. അവരുടെ എല്ലാത്തിൻ്റെ ഇടയ്ക്ക് നിന്ന് വേണം നമുക്ക് ഇതിനെ രക്ഷപ്പെടുത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ ഗൈസ്. ഇത് നമ്മളിങ്ങനെ ഒരു നാട്ടിൽ കൂടെ ഉള്ള ഒരു ഓട്ടവും ചാട്ടവും ഒക്കെയാണ് ഗൈസ്. എന്തായാലും കൊള്ളാം ഗൈസ്. ഈ ഗെയിം നിങ്ങൾ കളിച്ച് നോക്കുക. ഒത്തിരി വലിയ ഗെയിമും അല്ല, എന്നാൽ അത്യാവശ്യം കുറച്ച് നമ്മൾ ബുദ്ധിയൊക്കെ യൂസ് ചെയ്യുകയും കുറച്ച് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യണം ഗൈസ്. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. ഞാൻ ഇത് ഒരു തവണ ഒന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇത് നിങ്ങളെല്ലാവരെയും കൂടെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒന്നുകൂടെയും കളിക്കുന്നത് ഗൈസ്. ആദ്യം തൊട്ട് ഓക്കെ ഗൈസ്. കണ്ടോ ഇതിൽ ട്രക്കിൽ കണ്ടോ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഒരുത്തൻ കണ്ടോ വണ്ടി എടുക്കാൻ പറഞ്ഞ്, വണ്ടി പുറമോട്ടല്ല. ഓക്കെ ഗൈസ്. ഓക്കെ, നമ്മളവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അതുപോലെ തന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ഗൈസ്. ഇതുപോലത്തെ ഓരോരോ ഗെയിംസായിട്ട് ഞാൻ ഇനിയും വരും. ഓക്കെ, നമുക്ക് ചാടി നോക്കാം. ഓക്കെ ഗൈസ്, സൗണ്ട് ഗൈസ് അവിടെ ഒരു സൗണ്ട് കേട്ടിട്ടുണ്ട് ഗൈസ്. അവന്മാർ ഇപ്പോൾ വരും. നമുക്ക് അവന്മാർ കാണാതെ തന്നെ ഓടിപ്പോണം ഗൈസ്. അവന്മാർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവന്മാർ മയക്കുവേടിയൊക്കെ വെക്കും ഗൈസ്. ഓക്കെ, നമുക്ക് അവന്മാർ കാണാതെ തന്നെ നൈസായിട്ട് സ്കിപ്പായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ ഗൈസ്, ഞാൻ ഇവിടെ വരെയാണ് കളിച്ച് വെച്ചിട്ടുള്ളത്. അതാണ് ഇനിയും ബാക്കി എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ വരെ ഞാൻ കളിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ വരെ ആയപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് തോന്നി. കാരണം ഇടയ്ക്കൊന്ന് ട്രെൻഡിങ് ആയ ഗെയിമാണല്ലോ. നമുക്കൊന്ന് ജസ്റ്റ് വീഡിയോ ചെയ്തേക്കാം. ചിലപ്പോൾ ഒന്ന് ക്ലിക്കായാലോ ഗൈസ്. കുറച്ച് പേരൊക്കെ കണ്ടാൽ കൊള്ളായിരുന്നു ഗൈസ്. വ്യൂസൊക്കെ അത്യാവശ്യം ചിലതിനൊക്കെ ഉണ്ട് ഗൈസ്. പക്ഷേ സബ്സ്ക്രൈബേഴ്സാണ് വളരെ കുറവുള്ളത് ഗൈസ്. 200 വ്യൂസ് ഉണ്ടെങ്കിൽ ആകെ 100 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ ഗൈസ്. പട്ടിയെല്ലാം ഇപ്പോൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ് പിന്നെ ഇല്ല നമ്മൾ ഗൈസ്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടാം. കല്ലയൊക്കെ അടിച്ചാൽ ഡെപ്പയുടെ മണ്ടയ്ക്കോട്ട് വീണ് കേട്ടോ ഗൈസ്. ഓക്കെ, നമുക്ക് ചാടിപ്പോട്ടെ. ഓക്കെ, ചാടി ഗൈസ്. അത് പറ്റത്തില്ല. അപ്പോൾ ആ ഡെപ്പ തന്നെ എടുക്കണമെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. എടുക്കാൻ പറ്റുമോ നോക്കാം. ഡെപ്പ എടുക്കാൻ പറ്റുമോ നോക്കാം. ഡെപ്പ എടുക്കാൻ പറ്റുമോ? ഗൈസ്, നമുക്ക് ഡെപ്പ എടുക്കാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പോൾ ചെറുക്കൻ്റെ മണ്ടലോട്ട് ഡെപ്പ വീഴും. ഓക്കെ ഗൈസ്, നമ്മൾ ഡെപ്പ താഴെ ഇട്ടിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് തെല്ലി സൈഡിലോട്ട് ഒട്ടിക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ മണ്ടയിൽ കൂടെ ചാടി കയറി. ഓക്കെ ഗൈസ്, വെള്ളത്തിൽ വന്നിട്ടുണ്ട് ഗൈസ്. ഈ നോർമൽ കണ്ടോ ടോർച്ച് അടിക്കുന്നത് ഗൈസ്. എങ്ങോട്ടാണോ അടിക്കുന്നത് ഗൈസ്? പെട്ടു എന്ന് തോന്നുന്നു ഗൈസ്. വെട്ട് പട്ടി വരുന്നു ഗൈസ്. ഇപ്പോൾ കടിക്കും, നമ്മളിപ്പോൾ കടിക്കും ഗൈസ്. കടിച്ച് എടാ പട്ടി വരുന്നേ ഉള്ളൂ. എടാ എൻ്റെ ദൈവമേ, എടാ ചത്ത് ഗൈസ്. നമ്മുടെ ചെറുക്കൻ ചത്തു. മറ്റേ ഗുണാക്കേവി പോയതുപോലെ ആയിപ്പോയി ഗൈസ്. നമുക്ക് പിന്നെ ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട്. ഇവിടെ ആയിരുന്നു ഒരു ചെക്ക് പോയിൻ്റ് ഗൈസ്. ചെക്ക് പോയിൻ്റ് എവിടെയൊക്കെയാണെന്ന് പറഞ്ഞിടാ. വേണ്ട, പട്ടി വരുന്നുണ്ട് ഗൈസ്. ആ പട്ടി കരയിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്തോ സ്പീഡായിന്. പിടിച്ച് ഞാൻ വിചാരിച്ച് പോയെന്ന് വീണ്ടും ഗൈസ്. ഭാഗ്യം, ആ പട്ടി നമ്മളെ ഇപ്പോൾ കടിച്ചേന്. എൻ്റെ ദൈവമേ, അത് അടുത്ത് വരെ വന്നു കേട്ടോ. അത് കര ആയിക്കഴിഞ്ഞാൽ ആ പട്ടിക്ക് ഭയങ്കര സ്പീഡാണ് ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്ക് ബാക്കി പോവാം. ഇവിടെ എല്ലാം വെള്ളമാണ് ഗൈസ്. നല്ലൊരു കാടല്ലേ, രസമുണ്ട് കാട് കാണാൻ. ഓക്കെ ഗൈസ്, കുറച്ചുകൂടെ അങ്ങോട്ട് പോവാം. പോയി ഗൈസ്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ഗൈസ്. പവർ അപ്പ്. ഓക്കെ. ഗൈസ്, ഇതേ വണ്ടി വരുന്നു ഗൈസ്. പിടിച്ച് നമ്മളെ പിടിച്ച് കല്ലിൻ്റെ അടി സ്ഥലമുണ്ട് ഗൈസ്. ഇങ്ങനെ അടിയിലോട്ട് കയറാം. ഇല്ല, ജസ്റ്റ് മിസ്സാണ് ഗൈസ്. അതൊക്കെ ജസ്റ്റ് മിസ്സാണ്. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ചെറുക്കിനെ ഒന്ന് മൂവ്മെൻറ്റ് തെറ്റിച്ച് കഴിഞ്ഞാൽ ഒരു തൂക്കും ഗൈസ്, ഉറപ്പായിട്ടും തൂക്കും. ഇനിയിപ്പോൾ സീനൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ നൈസായിട്ട് രക്ഷപ്പെട്ടില്ലേ. ഇപ്പോൾ എന്താണോ ഇപ്പോൾ വീണേനെ ചെറുക്കൻ ഗൈസ്. ഓക്കെ, വേണ്ട ഗൈസ്. ആരോ ഇറങ്ങി കഥ അടച്ചതുപോലെ ഗൈസ്. പെയ്യെ അങ്ങോട്ട് പോവാം. ഓക്കെ ഗൈസ്, അവൻ കണ്ടു ഗൈസ്. തൂക്കി ചാട്. അതിലൊക്കെ ചിലപ്പോൾ തെന്നി വീഴും, പറയാൻ പറ്റത്തില്ല ഗൈസ്. ദേ അവൻ ഓടുന്നു
ഗൈസ് അടുത്ത വണ്ടി വരുന്നത്. അയ്യോ പിടിച്ച് ഇല്ല പിടിച്ചില്ല. ഓ അവൻ പുറകിൽ നിന്ന് വരുന്നുണ്ട് ഗൈസ്. ഓ ഇവനും പിടിച്ച് ഗൈസ്. പിടിച്ച് നമ്മളെപ്പോൾ പിടിക്കും ഗൈസ്. പിടിച്ചു ഇല്ല ഗൈസ്. ഓക്കെ എടാ വെച്ച്. ഓക്കെ ഗൈസ് അതുകൊണ്ട് അവിടെ ലൈറ്റ് അടിച്ച് പട്ടി വരുന്നോ? എന്ത് ലൈറ്റ് അടിച്ചാണോ ഗൈസ്? ലൈറ്റ് അടിക്കാതെ കേട്ടോ, ലൈറ്റ് അടിക്കുന്ന വേറെ ആണ് ഗൈസ്. പിടിച്ച് എൻ്റെ ദൈവമേ. ഓ ഗൈസ് വെള്ളത്തിൽ വീണ് നമ്മൾ. ഓ നമുക്ക് നീന്താൻ അറിയാം കേട്ടോ, നീന്താൻ അറിയാവുന്നൊരു ചെറുക്കനാണ് ഗൈസ്. നമ്മുടെ ചെറുക്കന് നീന്താനൊക്കെ അറിയാം, അതൊന്നൊരു സീനൊന്നും ഇല്ല. നൈസ ഓക്കെ ഗൈസ്. നമുക്ക് മുങ്ങാങ്കുഴി ഇട്ട് പോവാം. അവിടെ അതുകൊണ്ട് ആൾക്കാർ ലൈറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയും കണ്ടു കഴിഞ്ഞാൽ അവന്മാർ അപ്പോഴേ വെടി വെച്ച് പോലെ നമ്മളെ ഗൈസ്. ഓക്കെ നമ്മൾ മുങ്ങാങ്കുഴി ഇട്ട് പോട്ടെ ഗൈസ്. അങ്ങനെ തന്നെ പോട്ടെ അല്ലേ, അങ്ങനെ തന്നെ പോവല്ലേ. ഓക്കെ ഗൈസ്. ഓ വെള്ളത്തിൻ്റെ അടിയൊക്കെ കണ്ടോ, എന്തുവാണ് കൊള്ളാം, രസമുണ്ട് വെള്ളത്തിൻ്റെ അടിയൊക്കെ കാണാം ഗൈസ്. ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ഗെയിമാണ്, പക്ഷേ കളിക്കാൻ നല്ല രസമുള്ളൊരു ഗെയിമാണ് ഗൈസ്. അതാണ് ഈ ഒരു ഗെയിമിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഗൈസ്. ഇത് ഞാൻ പൈസ കൊടുത്ത് വെച്ചതൊന്നുമല്ല ഗൈസ്, ഇത് ക്രാക്കഡാണ്, പൈസയൊന്നും ഞാൻ കൊടുത്തിട്ടില്ല ഗൈസ്. ഓക്കെ നമുക്ക് എന്തായാലും നോക്കാം, കാരണം വളരെ പൈസയൊന്നും കൊടുക്കാനൊന്നും ഉള്ളൊരു അവസ്ഥയൊന്നും അല്ലല്ലോ ഈ ഒരു ഗെയിമിനൊക്കെ. എന്തിനാണ് നമ്മൾ വെറുതെ പൈസ കൊടുക്കുന്നത്? നമുക്ക് കുറച്ചുകൂടെ വലിയ ഗെയിമാണെങ്കിൽ നമുക്ക് പൈസ കൊടുക്കാം ഗൈസ്. ഇത്രയുള്ള ഗെയിമൊക്കെ നമുക്ക് ക്രാക്ക് എടുക്കുന്നതായിരിക്കും ബെറ്റർ, വെറുതെ പൈസ കളയണ്ടല്ലോ. ക്രാക്ക് കിട്ടും, ക്രാക്ക് അഴുക്ക് നല്ലതാണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അഴുക്കാണ്. അതിനനുസരിച്ച് ക്രാക്കാകുമ്പോൾ അതിനനുസരിച്ച് കുറച്ച് കാര്യങ്ങളും പ്രശ്നമൊക്കെ വരും, ഇല്ല എന്നല്ല ഗൈസ്. ഓക്കെ നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ നമ്മളൊരു തോട്ടത്തിൽ കൂടെയാണ് പോകുന്നത് ഗൈസ്. എന്തുകൊണ്ടൊരു സംഭവം ഉണ്ടല്ലോ, ഇതെന്ത് ഇത് മഞ്ഞ ഗൈസ്. ഇതെന്തോ കോഴിക്കുഞ്ഞ് എന്തോ സംഭവമാണെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും ഫ്രിഡ്ജിൻ്റെ അവിടെ വരെ കളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് വേണ്ടി എല്ലാം കൂടെ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്താണ്. ഫ്രിഡ്ജിൻ്റെ അവിടെ എന്ന് വെച്ചാൽ വലിയതൊന്നുമല്ല, ഇവിടെയൊക്കെ ആദ്യമായിട്ടാണ് ഗൈസ് പോകുന്നത് ഗൈസ്. ഇതെന്ത് ഇത് കോഴിക്കുഞ്ഞുങ്ങൾ മുഴുവൻ ഉണ്ടല്ലോ. ഓ ഗൈസ് ഇതിൻ്റെ ഇടയിൽ കൂടെ ആയിരിക്കും പോകുന്നത്, ഇതിൻ്റെ അകത്തുകൂടെ ആയിരിക്കും പോകേണ്ടത്. സാമാന്യ ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാവുന്ന കാര്യമാണ് ഗൈസ്, അല്ലെന്നല്ല. ഓക്കെ നമ്മൾ ചാടി. നമുക്ക് ഒത്തിരി ആയൊന്നും വേണ്ട, ഇതൊക്കെ തന്നെ ധാരാളം ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോയി ചാടാം ഗൈസ്. ഇവിടെ മെഷീനൊക്കെ ഇരിക്കുന്നുണ്ട്, അതിലൊരു പിടിയൊക്കെ ഉണ്ട്, ഒരു പിങ്ക് പിടിയൊക്കെ ഉണ്ട്. ഇതെന്തോ മെഷീനായിട്ട് ഗൈസ്, ഇതിൻ്റെ മണ്ടയ്ക്കൊരു സംഭവം ഇരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ഓ ഗൈസ് ഇത് ഓണാകത്തില്ല കേട്ടോ, ഇത് ഓണാകാത്ത മെഷീനാണ്. ഓ ഗൈസ് അത് ഓണായി. ഓ അത് വർക്കിംഗ് ചെയ്തേ. ഒരു ലിവറുണ്ട്, നമുക്ക് തിരിച്ചു നോക്കാം ഗൈസ്. അതുകൊണ്ട് അതിൻ്റെ മണ്ടയ്ക്കെന്ന് കണ്ടോ ഒരു സാധനം തെറിക്കുന്നത് ഗൈസ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കച്ചി താഴെ ഇടണം, ആ ഒരു എയറിൻ്റെ പവർ കൊണ്ട് ആ ഒരു കച്ചി താഴെ ഇടണം ഗൈസ്, അതാണ്. നമുക്ക് ഇതുവഴി എന്തുവാണെന്ന് നോക്കാം. ഇത് തുറക്കാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ ഗൈസ് തുറന്നു കേട്ടോ. ഓ നമുക്ക് ഈ കോഴിക്കുഞ്ഞുങ്ങളെ എല്ലാത്തിനെയും കൂടെ അകത്ത് കയറ്റിയിട്ട്. ഓക്കെ ഗൈസ് എന്ത് സംഭവം എന്നറിയാമോ, നമ്മൾ ഇതുവഴി ഇങ്ങനെ അവിടെ പോയിട്ട് ഈ കോഴിക്കുഞ്ഞുങ്ങൾ പെതുക്കിയല്ലേ വരുന്നത്, നമ്മൾ അവിടെ പോയി നിൽക്കണം. ഈ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ അടുത്ത് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം, ഈ ഒറ്റ ഉടനെ നമ്മൾ തിരിച്ചു പോയിട്ട് നമുക്ക് ആ ലിവർ പിടിച്ചങ്ങ് തിരിച്ചു വെക്കണം. ആ സമയത്ത് ഈ അടിയിൽ നിന്ന് ഈ പൊടി കയറുന്ന കൂട്ടത്തിൽ ഈ കോഴിക്കുഞ്ഞും കയറിയിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ഈ കച്ചിയുടെ മണ്ടയ്ക്ക് വന്ന് അടിക്കും. ഇത്രയും കോഴിക്കുഞ്ഞ് വന്ന് അടിക്കുമ്പോൾ ഈ കച്ചി ഒരു ഇച്ചിരി കൂടെ നീങ്ങും. പിന്നെ എയറിൻ്റെ ഒരു പവർ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ആ ഒരു കച്ചി താഴെ വീഴും. നമുക്ക് എന്നിട്ട് അത് നീക്കിയിട്ട് പോകാം ഗൈസ്. അങ്ങനെയാണ് ഇത് ഇപ്പോൾ കാണിച്ചു തരാം ഞാൻ. ഇതേ പോകുന്നു, എല്ലാം പോയി. ഇതുകൊണ്ട് മണ്ടയ്ക്ക് ഇരുന്ന് മുടിഞ്ഞടിയാണ്. ഓക്കെ ഗൈസ്, പക്ഷേ ഇതൊന്നും ചത്തുപോയില്ല, അതാണ് ഹൈലൈറ്റ് ഗൈസ്. നമ്മളൊരു ഇച്ചിരി ക്രൂരതയൊക്കെ കാണിക്കും ഗൈസ്, അതൊന്നും ഒരു സീനില്ല. അതൊക്കെ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് തോന്നിയാൽ മതി, നോക്കിയാൽ മതി. ഓക്കെ ഗൈസ്, ഏണിയിലൊക്കെ കയറി വീടിൻ്റെ മണ്ടയിലൊക്കെ ആയി ഗൈസ്. ആദ്യം കാട്ടിലായിരുന്നു, ഇപ്പോൾ വീട്ടിലായി. ഓക്കെ നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ ഗൈസ്, ഒരു പന്നിയുടെ മണ്ടയ്ക്ക് വേണം. ചത്തോ? ഇല്ല ഗൈസ്, അതെന്തായാലും ചാടി പോവാം. ഓ ഗൈസ് ചാടാൻ പറ്റത്തില്ല, അപ്പോൾ ഈ വീലുള്ള സംഭവം ഗൈസ്, ഇത് നമുക്ക് പുറമോട്ട് വലിച്ച് അവിടെ കൊണ്ടിട്ടിട്ട് അതിൻ്റെ മണ്ടക്കോട്ട് ചാടി അങ്ങോട്ട് പോകണം ഗൈസ്. അത്രേ ഉള്ളൂ ഈ സംഭവം. ഇതൊക്കെ എന്ത് ഗൈസ്. ഓക്കെ ചാടി കയറിയിട്ട് ഓക്കെ
ഗൈസ് അത് ചാടി കയറി കഴിഞ്ഞ് ഓക്കെ നമുക്കിനി അങ്ങോട്ട് പോവാം. ഓ ചള്ളയാണല്ലോ ഗൈസ് ഇവിടെ ഫുള്ള്. ഓ ചെറുക്കൻ്റെ വേഗത കുറഞ്ഞു. ഇങ്ങനെ ചാടി 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 പോവാം ഗൈസ്. ഓ എന്തുവാണ് ഇത് 2018 വെള്ളം മുങ്ങിയ പോലെ ഗൈസ്. ഇവിടെയൊക്കെ ഭയങ്കര വെള്ളമാണ് കേട്ടോ. ഓക്കെ നമ്മൾ ഗ്രില്ലിൽ കൂടെ കയറി ഗൈസ്. ഒരു ഗെയിമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലായിരുന്നു നിങ്ങൾക്ക് കൂടുതലും വീഡിയോസൊക്കെ കാണാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടികൾ വരുമ്പോൾ ഇതുപോലത്തെ ഗ്രില്ലിൻ്റെ ഇപ്പുറത്ത് പോകുന്നു, പിന്നെ അപ്പുറത്ത് പോകുന്നു ഗൈസ്. അങ്ങനത്തെ ഒരു സംഭവമാണ്. ആ ഒരു ഗെയിമാണ് ഗൈസ്, അങ്ങനത്തെ സംഭവം അല്ലായിരിക്കും ഗൈസ്. മന്നി എടാ 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 വന്നി ഇടിച്ച് 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 ഗൈസ്. ഈ പന്നിയിട്ട് വട്ട് കളിപ്പിക്കുക നമ്മൾ. എടാ എടാ ഇടിച്ച് ഇടിച്ച് എടാ എടാ ഇപ്പം ഇടിക്കും ഇടിച്ച്. അത് പോയി. പന്നി നമുക്ക് ഡോറൊക്കെ തുറന്നുണ്ടോ ഗൈസ്? വീണ്ടും ഓക്കെ ഗൈസ്. അതിൻ്റെ മണ്ടയ്ക്കുണ്ടോടാ ഒരു ബൾബ്. ഓക്കെ ഗൈസ്, അതുകൊണ്ട് അതിൻ്റെ മണ്ടയ്ക്കൊരു ബൾബ്. ഓക്കെ ഓക്കെ ഗൈസ്. ഓക്കെ പന്നി. അയ്യേ ഇതെന്ത് പന്നിയുടെ പിടിക്കാൻ കിട്ടിയേ ഗൈസ്? പന്നിയുടെ എന്താ പിടിക്കാൻ കിട്ടി ഗൈസ്. ഓ ഗൈസ് അത് പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ പന്നിയുടെ ഒന്നുമല്ല ഗൈസ്, അത് പന്നിയുടെ കൊണ്ടിക്കിരുന്നൊരു വിരയാണ് ഗൈസ്. എന്താല്ലേ ഓക്കെ നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. ഇതെന്ത് സംഭവം? ഇത് ലൈറ്റല്ല ഗൈസ്. അത് കയറിയപ്പോൾ അതുകൊണ്ട് അവിടെ എഴുന്നേക്കുന്നു. ഓ എടാ ഇത് കൺട്രോൾ ചെയ്യുന്നതാ. ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഗൈസ്. അപ്പോൾ ഇനി തൊട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇവരെ കൺട്രോൾ ചെയ്ത് കളിക്കാം ഗൈസ്. ഇത് തുറന്ന് ഓ ഗൈസ് അവരെ എല്ലാവരും ഇറക്കി കേട്ടോ. ഇനി തൊട്ട് നമുക്ക് കളിക്കണ്ട, ഇവരെ എല്ലാവരെയും കൺട്രോൾ ചെയ്ത് കളിക്കാം ഗൈസ്. നമുക്ക് തെള്ളി അങ്ങോട്ട് പോവാം. ഓ തെള്ളിയെ പോകത്തില്ല തോന്നുന്നു, പുറമോട്ട് വലിക്കാം. ഓക്കെ ഗൈസ്, ദേ ഇതെല്ലാം കൂടെ ഇളകി പോകുന്നു ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോകാൻ വഴിയില്ല. നമുക്കിനി ചാടി ഗൈസ് ഇനി അങ്ങോട്ട് പോകാൻ വഴിയില്ല. ഓ നമ്മൾ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവരെ എടുക്കുന്നത്, അല്ലാതെ വെറുതെ ഒന്നുമല്ല ഗൈസ്. ഇതിന് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇതിനകത്ത് ഈ മനുഷ്യരെ പിടിച്ചോണ്ട് പോയിട്ട് ചുമ്മാ കൊല്ലുകയോ ഒന്നുമല്ല ഗൈസ്. ഒരു ഒരു എന്തിരൻ്റെ കൂട്ടെന്നല്ല, അതുപോലത്തെ ഒരു രീതിയിലാക്കുവാണ് ഗൈസ് അവർ നമ്മളെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി അവർ നമ്മളെ അങ്ങനെ ആക്കും. അങ്ങനെയാണ് ഞാൻ കേട്ട സ്റ്റോറിയിൽ നിന്ന് അറിയാൻ പറ്റിയത് ഗൈസ്. കേട്ട സ്റ്റോറിയല്ല, നമുക്ക് അറിയാൻ പറ്റിയ കാര്യം അങ്ങനെയാണ്. സ്റ്റോറിയൊന്നും ആരും പറഞ്ഞിട്ട് അങ്ങനെയൊന്നുമല്ല. ഓക്കെ ഗൈസ്, ഇതുകൊണ്ട് അവിടെ നിൽക്കുന്നു. അവിടെ ക്യൂ നിൽപ്പുണ്ട് ഗൈസ് വണ്ടി കയറാൻ. അതൊക്കെയാണ് ഹൈലൈറ്റ് ഗൈസ്. ഇവർക്കൊക്കെ ഒന്ന് ഓടി മാറിക്കൂടെ ഗൈസ്? അതൊന്നും അവർ ചെയ്യത്തില്ല. അതൊക്കെയാണ് ഗൈസ്. നമ്മളിവിടെ ചെയിൻ മണ്ടയ്ക്കുണ്ട് ഗൈസ്. ഇവിടെ ഒരു മെഷീൻ ഇരിപ്പുണ്ട്. ഓ ഗൈസ് അത് മണ്ടയ്ക്കോട്ട് പോകുന്നു. അപ്പോൾ ഫ്രണ്ടിലോട്ട് തള്ളാം. അതെ ഗൈസ് താഴെ വന്നു കേട്ടോ. ഓക്കെ തിരിയുടെ ചെറുക്ക ചാടി കയറി പിടിക്കാതിൽ. ഓക്കെ ഓ ഗൈസ് ചങ്ങനയുടെ സൗണ്ടൊക്കെ കൊള്ളാം കേട്ടോ. ഓക്കെ ഗൈസ്, നമുക്ക് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, നമ്മൾ ഈ ഒരു ഗെയിം കളിക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു ക്യാമറയിൽ നിന്ന് ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നത്, പിന്നെ ആ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ നല്ല രസമാണ്. നമ്മളിങ്ങനെ ഇരുന്ന് കളിക്കും, നമുക്ക് ഒരു രസമാണ് കളിക്കാൻ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തുവാ ഈ ടെമ്പിൾ റൺ പോലത്തെ ഇതൊന്നും അല്ലല്ലോ, കാരണം കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം ഗൈസ്. അതുകൊണ്ട് അതിൻ്റെ മണ്ടയ്ക്കൊരു ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒടിഞ്ഞിപ്പോൾ തല വീഴായിരുന്ന ആ കാര്യം ഗൈസ്. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. ഇതിൻ്റെ മണ്ടയ്ക്കൊരു സംഭവം തൂക്കി ഇട്ടിട്ടുണ്ട് ഗൈസ്. എല്ലായിടത്തും തൂക്കി കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ സൈഡിൽ തന്നെ ഒരു മെഷീനും ഉണ്ട്. അതെന്തോ നമുക്ക് പോയി നോക്കാം ഗൈസ്. ദേ ആ മെഷീൻ ഗൈസ് അപ്പോട്ട് വലിച്ച് ഇതെന്തോ ചെയ്യുന്നത് ഗൈസ്? ഓ ഇതിങ്ങനെ തെള്ളി മാറ്റിയിട്ട് ഇതെല്ലാം ഇടിച്ചു പൊളിക്കാൻ പറ്റും കേട്ടോ. ഇടിച്ചു പൊളിക്കാനാണോ ഗൈസ് പറ്റുന്നത്? ഓക്കെ ഗൈസ്, നമ്മൾ മണ്ടക്കോട്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, മാക്സിമം ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് കുറച്ച് കൊരകനൊക്കെ പിടിക്കുന്ന പോലെ ഗൈസ്. ഓക്കെ ഓ ഗൈസ്, ഇതിലങ്ങനെ പിടിക്കാൻ പറ്റൂല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പിടിച്ചല്ലേ കയറണ്ടേ ഗൈസ്? അത് പിടിച്ചായിരിക്കും. ആണടാ അത് പിടിച്ച ഗൈസ്. ഓക്കെ, അവിടെയും കയറി ഗൈസ്. വേണ്ട
വേണ്ട സാധനം ഗൈസ്. വേണ്ട, ഇവിടെയാണ് ആ സാധനം. നമുക്ക് തെള്ളി അങ്ങോട്ട് ഇടാം ഗൈസ്. ഓടിക്കോ ഒട്ടാ മോനെ. ഗൈസ് നമ്മൾ അവിടെ നിന്ന് ഓടിയത് നന്നായി. കാരണം ആ ഒരു സംഭവത്തെ കെട്ടിയിട്ടുകൊണ്ട് എന്തായാലും വെയിറ്റ് വരുമ്പം അത് ഒടിഞ്ഞു പോകുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം ഗൈസ്. അതും ഒരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കേ ഗൈസ്, തിരിഞ്ഞു പോകണം. നമ്മൾ ഇതുവരെയായിട്ട് ഒരു തവണ ചത്തിട്ടുള്ളൂ. അത് കുഴപ്പമില്ല, കുറച്ചുകൂടെ കഴിയുമ്പോൾ എണ്ണം കൂടും. ചാവുന്ന കാര്യമല്ലേ, നമുക്ക് ഡീൽ ചെയ്യാന്നേ ഉള്ളൂ. ഗൈസ് നമ്മുടെ അവിടെ വയറ് പോയിട്ടുണ്ട്. അതെന്താണ് നമുക്ക് നോക്കാം ഗൈസ്, എന്തായിരിക്കും. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു മെഷീനുണ്ട്. ഏതാണ്ടൊക്കെ പൊട്ടിച്ച് എന്തോ ആ സംഭവം ഒന്നും അറിഞ്ഞൂടാ ഗൈസ്. അതൊക്കെ അടിച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ ഗൈസ്, ഇവിടെ ലിവറുണ്ട് ഗൈസ്. ഇവിടെ ആൾക്കാരുണ്ട് പണിയെടുക്കാൻ. ഓക്കെ ഗൈസ്, അവിടെ ഒരു ഡോറ് തുറന്നു വന്നിട്ടുണ്ട്. ഗൈസ് ഇവിടെ ഒരു സ്വിച്ച് ബോർഡും ഉണ്ട്. സ്വിച്ച് ബോർഡ്, മെയിൻ സ്വിച്ച് പോലത്തെ ഒരു ബോർഡ് ഗൈസ്. ഗൈസ് നിങ്ങൾ നോക്കിയേ, അവർ നിൽക്കുന്ന സ്ഥലത്ത് ആ സ്വിച്ച്, ഒരു ചെറിയൊരു സംഭവം ഉണ്ട്. ആ സംഭവത്തിൽ കയറുമ്പോൾ കണ്ടോ, ആ ബോർഡിൽ ലൈറ്റ് കത്തുന്നേ വെള്ള കണ്ടോ ഗൈസ്. ഈ രണ്ടുപേരും രണ്ടെണ്ണത്തിൽ കയറി നിന്നാലേ എന്തേലും നടക്കത്തുള്ളൂ. നമുക്ക് നോക്കാം ഗൈസ്. ഒരാൾ അവിടെ നിൽക്കട്ടെ. എനിക്കൊരു കാര്യം ചെയ്ത് നമുക്ക് ആ ഡോർ അടയ്ക്കാം. ആ ഡോർ അടച്ചാലേ അവർ ഒന്നിച്ച് സെയിം ഡിസ്റ്റൻസ് വരത്തുള്ളൂ. അല്ലെങ്കിൽ ഗൈസ് അവർ തമ്മിൽ രണ്ട് ഡിസ്റ്റൻസ് ആവും, അപ്പോഴേ നടക്കത്തില്ല. ഓക്കെ കണ്ടോ ഗൈസ്, ഇപ്പോഴാണ് സെയിം ഡിസ്റ്റൻസ് വന്നത്. ഓക്കെ അവന് നിന്നു. എടാ വേണ്ട, ഇവിടുത്തെ കഥക് തുറന്നടാ. ഗൈസ് ഇവിടുത്തെ കഥക് തുറക്കുന്നത് അങ്ങനെയൊക്കെ ആയിരുന്നു. ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ ഗൈസ്. ദേ ട്രെയിൻ പാളമൊക്കെ ഗൈസ്. ഓക്കെ ചാടി 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 അങ്ങോട്ട് പോവാം. ഓക്കെ ചാടി വരുന്ന വരവനെ കയറി അങ്ങ് പോവാം. ഇതൊക്കെ അത്രയേ ഉള്ളൂ ഗൈസ്. ഇങ്ങനെ തന്നെ പോവാം. ഓക്കെ ഈ കമ്പേന്നൊക്കെ താഴെ വീണാൽ കഴിഞ്ഞു. ഈ കമ്പേന്ന് താഴെ വീണില്ലേ, ഇപ്പം ഇവിടെ വീണതിൽ താഴെയൊക്കെ അങ്ങ് വീഴും. ഇല്ലെങ്കിൽ അതൊക്കെ നടക്കാം. എടാ നീണ്ടു പോകുന്നു. പോയി ചത്തു ഗൈസ്, ചത്തു. എടാ ഒരു കമ്പിയുടെ ഇടയിൽ കൂടെ അല്ലേ ഈ ചെറുക്കൻ താപ്പോട്ട് പോയി ഗൈസ്. ആ മെഷീൻ മുമ്പേ നമ്മൾ പൊട്ടിച്ചേ ഗൈസ്. അപ്പം അങ്ങനെയല്ല കളിക്കുന്നത്. എന്തായാലും നമുക്ക് താഴോട്ട് ചെല്ലണ്ട. ഓക്കെ പിടിച്ചടാ, കമ്പി പിടിക്കുന്നു ഗൈസ്. അതുകൊണ്ട് അവിടെ ഒരുത്തൻ നോക്കാൻ നിൽപ്പുണ്ട്. ആൾക്കാർ പോകുന്നതുണ്ട് ഗൈസ്. അതുവഴി ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ഒരുത്തൻ നോക്കാനും നിൽപ്പുണ്ട് ഗൈസ്. ഓക്കെ ഓക്കെ താപ്പോട്ട് പോട്ടെ. ഇപ്പോൾ താഴോട്ട് വീഴായിരുന്നാൽ മതിയായിരുന്നു ഗൈസ്. ഓക്കെ വീണില്ല. ഇനിയിപ്പോൾ ചാടുന്നതാണ് ടാസ്ക്. ഓക്കെ ഗൈസ്, നമ്മളവിടെ ചാടിയിട്ടുണ്ട്. ഓക്കെ വീണ്ടും ചാടി. ഇതൊക്കെ എന്ത് അല്ലേ ഗൈസ്. പോയി ഇല്ല. എടാ ഇത് പൊടിയും. ഓക്കെ ഗൈസ്, ഇപ്പം ചത്തനെ, വീണ്ടും ചത്തനെ ഗൈസ്. ഓക്കെ ശരി. അതുകൊണ്ട് മറ്റേ ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ മറ്റേ സാധനമൊക്കെ വെക്കുന്നതിനകത്തിരിക്കുന്നത് ചെറുക്കൻ ഗൈസ്. അതൊക്കെ ഞാനങ്ങ് പോയി. അപ്പം വീണ്ടും താഴെ പോയതിന് ഗൈസ്. നമ്മൾ വീണ്ടും പഴയ സ്ഥിതിയിൽ തന്നെ. എന്താ ചെയ്യണ്ടേ? ചെറുക്കനൊക്കെ മടങ്ങിയൊക്കെയാണ് ഗൈസ് കിടക്കുന്നത്. അങ്ങനെയൊന്നും അല്ല ചെയ്യണ്ടേ. സൈഡിൽ ആ പൈപ്പുണ്ട്, അപ്പോൾ അതിൽ കയറി പിടിച്ചൊക്കെയാണ് വരണ്ടേ ഗൈസ്. നമ്മൾ വേഗം ബ്രെയിൻ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ നമുക്ക് എന്തായാലും നോക്കാം. ഈ തവണ നമ്മൾ സെറ്റായിരിക്കും ഗൈസ്. ഇപ്പോൾ താഴോട്ട് പോയതിന്. ഓക്കെ ഇറങ്ങി പോട്ടെ. വേണ്ട ഗൈസ്, ഇവരെ എന്തോ ചെയ്യുന്നുണ്ട് ഗൈസ്. ഇവരെ മെൻ്റലി എന്തോ ചെയ്യുന്നുണ്ട്. ഓക്കെ നമുക്ക് എന്തായാലും ഇതെന്തോ പോവാത്തെ. ഓക്കെ ഗൈസ്, ഇതെല്ലാം വലിച്ചിളക്കണം കേട്ടോ ഗൈസ്. ഇവരെ മെൻ്റലി എന്തോ ചെയ്യുന്നുണ്ട്. കാരണം ഇവരെ നടത്തം കണ്ടോ ഗൈസ്. ഇവരെ എന്തോ മെൻ്റലി എന്തോ ഒരു സംഭവം ചെയ്തിട്ടാണ് ഇവരിങ്ങനെ കൊണ്ടുവന്ന് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ചത്തു ഇല്ല ഗൈസ്. ഓക്കെ ഇതെൻ്റെ ലാഡറെ കയറാം. എടാ ലാഡറെ പിടിക്കാൻ പറ്റും. ഗൈസ് ഇപ്പോൾ തല വീണമെന്ന് ഞാൻ വിചാരിച്ച് ഗൈസ്.
കൊള്ളാം കേട്ടോ, ഗെയിം പ്ലേ കൊള്ളാം, ഗെയിം പ്ലേ അല്ല ഗെയിം കൊള്ളാം ഗൈസ്. ഓക്കെ ഇതെന്താ ഇവിടെ ലൈറ്റ് ഗൈസ്. ഓക്കെ ഇത് നമ്മൾ താത്തിട്ടുണ്ട്. എടാ ഇവിടെ എന്തോ ഒരു മെഷീനുണ്ട്, ആ മെഷീൻ്റെ കണ്ണിൽ പെടാതാണ് നമുക്ക് പോകുന്നത്. നമുക്ക് കാണുമ്പോഴേ അറിയാം, അതിങ്ങനെ നോക്കുമ്പോഴേ നമുക്ക് അറിയാമല്ലോ. ഓ ഗൈസ് നമുക്ക് അതിൻ്റെ അകത്ത് കയറണം കേട്ടോ. ഓക്കെ നമ്മൾ ആ ഒരു മെഷീനും സെറ്റായിട്ട് നടത്തി ഗൈസ്. എടാ കൊണ്ട് വലിച്ചെടുത്തോണ്ട് പോകുന്നു ഗൈസ്. അതിലെന്തൊരു സംഭവം ഉണ്ട്, അവരപ്പോഴേ ഒറ്റ ഷോട്ടിലെ. ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം അത് പോയി തുറക്കാം. നമ്മുടെ ടൈമിങ്ങിൻ്റെ കുഴപ്പമല്ല ഗൈസ്, നമ്മൾ പോയ ടൈമിംഗ് ഒക്കെ സെറ്റായിരുന്നു. അത് തുറക്കാനൊരു ഇച്ചിരി ടൈം എടുക്കും, അതാണ് ചെയ്യുന്ന മെയിൻ പ്രശ്നം. ഓക്കെ നമുക്ക് തുറന്നിട്ട് ഇനിയും പോയി ഓണാക്കാം ഗൈസ്. അത് ഓണാക്കിയാലേ നമുക്ക് ലിഫ്റ്റ് വർക്കാകത്തുള്ളൂ ഗൈസ്, അല്ലെങ്കിൽ നമുക്ക് ലിഫ്റ്റ് വർക്കാകത്തില്ല. അതൊരു ലിഫ്റ്റാണ് ഗൈസ്. ഓക്കെ നമുക്കിനിയും സപ്പോർട്ടാക്കട്ടെ ഗൈസ്. സാധനം ഓണായിട്ടുണ്ട്. ഓക്കെ ഇച്ചിരി കൂടെ ചോട്ടേക്ക്, ഇച്ചിരി കൂടെ. പിടിച്ചു ഗൈസ്, നമ്മളെ വീണ്ടും പിടിച്ചു, വലിച്ചെടുത്തുകൊണ്ട് പോകുന്നു, കഷ്ടമുണ്ട് ഗൈസ്. ഓക്കെ നമുക്ക് വീണ്ടും പോട്ടെ. ആടാ വീണ്ടും പിടിച്ചു ഗൈസ്, വീണ്ടും പിടിച്ചു. ഇനി ഒന്നുകൂടെ നമ്മുടെ ലാസ്റ്റ് ട്രൈ ആണ് ഗൈസ്. ഓക്കെ നിൽക്കി വേണ്ട പോയല്ലേ. ഓക്കെ പോവാം ഗൈസ്. ഓക്കെ പിടിച്ച് ഇല്ല ഗൈസ്. എടാ പോയല്ലേ. ഇനിയും വേണം ഗൈസ്. ഇപ്പോൾ പോയി കഴിഞ്ഞാൽ വീണ്ടും തൂക്കുമെന്ന് തോന്നുന്നു. ഓക്കെ നമുക്ക് ഒന്നുകൂടെ പോവാം ഗൈസ്. ഇനി നല്ല സേഫ് ലാൻഡിങ്. ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ കയറി. എടാ ലിഫ്റ്റ് എന്താ അടയ്ക്കാത്തത്? ഓ ഗൈസ് നമ്മൾ തന്നെ ക്ലിക്ക് ചെയ്യണം കേട്ടോ, എന്നാലേ ലിഫ്റ്റ് ഇങ്ങനെ പൊങ്ങിയൊക്കെ പോകത്തുള്ളൂ ഗൈസ്. ഓക്കെ ഗൈസ് അവിടെ 2 പേര് ഇങ്ങനെ കിടക്കുന്നുണ്ടോ ഗൈസ്? അതായത് നമ്മുടെ കൂട്ട് അവരും പോയതായിരിക്കുമോ? അല്ലാതെ ചുമ്മാ അവിടെ വരത്തില്ലല്ലോ. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഗൈസ്. നമുക്ക് എന്തായാലും ബാക്കി നോക്കാം ഗൈസ്. ഒരു കിളി അതവിടെ തൂറി വെച്ച്. ഓക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ പോവാം. ഓക്കെ എടാ അവിടെ ഇതേണ്ടിക്കാ. പിടിച്ച് കയറ് ഗൈസ്. പോയി ചത്ത് ഗൈസ്. ഇവന്മാർ പിടിച്ചു ഗൈസ്. ഇവന്മാർ ചെയ്യുന്ന പോലെ തന്നെ നിൽക്കുകയാണെന്ന് തോന്നുന്നു ഗൈസ്. ഓ ഗൈസ് ഇത് നമ്മളെ ഒബ്സർവ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ ഇവന്മാർ നിൽക്കുന്ന പോലെ തന്നെ നിൽക്കുകയും നടക്കുകയൊക്കെ ചെയ്യണം. ഇപ്പം ഇവന്മാർ നടക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ ചാടുകയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ നമ്മളെ ഷൂട്ട് ചെയ്ത് അങ്ങനെ ഇടും ഗൈസ്. അതാണ് നമുക്ക് താളം ഒരിച്ചിരി തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല ഗൈസ്. പക്ഷേ നമുക്ക് ഇവർ ചാടേണ്ടടുത്ത് ചാടുവോ അല്ലാതെ ചാടാതിരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യും ഗൈസ്. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അവിടെ കറക്റ്റായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഗൈസ്. അതുകൊണ്ട് ആ മഞ്ഞ വരെ കടന്നു കഴിഞ്ഞാൽ അവിടെ ചാടണം. ഓക്കെ ഗൈസ്. അവിടെ എല്ലാവരും ചാടി തുടങ്ങി. ഓക്കെ നമുക്ക് അങ്ങോട്ട് നടക്കാം ഗൈസ്. ഓക്കെ ചാടട്ടെ ഗൈസ്. താളത്തിനനുസരിച്ച് ചാടണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും ഗൈസ്. അവിടെ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട് നോക്കാൻ. നമ്മളൊരു ഇച്ചിരി ഫാസ്റ്റാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഓക്കെ കിട്ടി ഗൈസ്. അത് അറിയാതെ അങ്ങ് ചെയ്തു പോയി ഗൈസ്. ഇനിയിപ്പോൾ വീണ്ടും ഗൈസ് ഇവിടെ ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ടായിരുന്നു, നന്നായി. ഓക്കെ ചാട്ടെ. ഓക്കെ ഇത് കറക്റ്റ് ചാട്ടമായിരുന്നു ഗൈസ്. നമുക്ക് ഒന്നുകൂടെ പോവാം. ഓക്കെ ഇതും കറക്റ്റായിരുന്നു ഗൈസ്. കറക്റ്റ് പെർഫെക്റ്റ് ആയിരുന്നു ഗൈസ്. ഓക്കെ ലൈൻ്റെ ഇവിടെ ഭാഗ്യം. ഓക്കെ ഗൈസ് അത് ഭാഗ്യമായിരുന്നു കേട്ടോ, അല്ലാതെങ്കിൽ കൺഫ്യൂഷനായി. ഗൈസ് അപ്പുറത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തിരിവേ ഒക്കെ ചെയ്യണം. ഓക്കെ തിരിഞ്ഞിട്ട് വീണ്ടും തിരിഞ്ഞു. ഓക്കെ
പിടിച്ചില്ല ഗൈസ്, പിടിച്ചില്ല. ഒന്നുകൂടെ തിരിഞ്ഞു. ഞാൻ ഇച്ചിരി മൂവ്മെൻറ്റിങ് സ്പീഡാണ് ഗൈസ്. ഇനി അടുത്ത എന്താണെന്ന് ആർക്കറിയാം. പിടിച്ചടാ. ഇല്ലടാ ഗൈസ്, നമുക്ക് താളം തെറ്റുകയോ അങ്ങനെ ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ട തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിടിക്കും ഗൈസ്. ഇതുവരെയായിട്ട് ആ മെഷീൻ പോയില്ല. ആ മെഷീൻ്റെ വെട്ട ഇവിടെ വരെ എങ്ങാണ്ടുണ്ട്. ഓക്കെ ഗൈസ്, അവിടെ പട്ടിക്ക് ചെറിയൊരു ഇളക്കമുണ്ട് ഗൈസ്. മിക്കവാറും തൂക്കുമെന്നാണ് തോന്നുന്നത് ഗൈസ്. പട്ടികളായി. ഓടാം ഗൈസ്, അല്ലെങ്കിൽ നമ്മളെ പിടിച്ച് അയ്യോ ഗ്ലാസ് പൊട്ടിച്ച് രക്ഷപ്പെട്ടു ഗൈസ്. ഇവിടെ നിന്നായിട്ട് നമ്മളൊരു കൂട്ടം നിൽക്കുന്നു ഗൈസ്. ഇവന്മാരെ നമ്മൾ മറ്റേ ചെയ്യണമായിരിക്കും ഗൈസ്. പട്ടി വരുന്നത്. എടാ ഓട്. പിടിച്ചടാ. എന്നെ പട്ടി കടിച്ച് ഗൈസ്. ചത്ത്. ഇനിയിപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല ഗൈസ്. ഇനിയിപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഓടാം ഗൈസ്. വേണ്ട, പട്ടി വീണ്ടും വരുന്നു. ഇതെന്ത് നമ്മൾ സ്പീഡിലാണല്ലോ. ഗൈസ്, ഞാൻ മറ്റേ പന്നിയെ പറ്റിക്കുന്ന പോലെ പറ്റിക്കാൻ നോക്കിയത്. അങ്ങോട്ട് പോയിട്ട് വീണ്ടും പുറകോട്ട് നടക്കാൻ നോക്കി, നടന്നില്ല ഗൈസ്. പട്ടി എന്നെ പറ്റിച്ചു. ഓക്കെ ഗൈസ്, നമുക്കൊരു കാര്യം ചെയ്യും. ഇവിടെ നിൽക്കുക. പട്ടി എന്തായാലും ഇങ്ങോട്ട് വരുമ്പോൾ ഇതിൽ കൂടെ ചാടിയും കയറാം ഗൈസ്. നീണ്ടു വരുന്നു. പറ്റിച്ചടാ മോനെ, നിന്നെ ഒരു സ്ലോ ആക്കി. ഇവിടെ നിങ്ങൾ നോക്കിയേ ഗൈസ്. ആ പട്ടിയെ തോണ്ട് ഇതൊരുത്തൻ ഗൈസ്. ഇതിൻ്റെ മണ്ടയ്ക്ക് ഒരുത്തനുണ്ട്. ഇവൻ നമ്മളെ രക്ഷിച്ചു കേട്ടോ ഗൈസ്. ആ പട്ടിയാണെങ്കിൽ ഭയങ്കര സീൻ. ഓക്കെ ഗൈസ്, എന്തായാലും കൊള്ളാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ഓക്കെ.